നമസ്കാരം. നല്ല ടേസ്റ്റിയായ കോളിഫ്ലവർ കൊണ്ടുള്ളൊരു മസാല കറി ഉണ്ടാക്കിയാലോ, പഞ്ചാബി സ്റ്റൈലിൽ. അങ്ങനെ ആയില്ലെങ്കിലും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഫ്ലവർ വെച്ചിട്ട് വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് ഒരു കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതൊരു പഞ്ചാബി സ്റ്റൈൽ എന്നൊക്കെ പറയാം. ആ സ്റ്റൈലാവുമെന്ന് നമുക്ക് നോക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. വെച്ചതിന് ശേഷം ഒന്ന് ഊറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പുപൊടി, മസാലപ്പൊടി കുറച്ച് ആവശ്യത്തിന് ചെയ്യാം. കോളിഫ്ലവർ ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അധികം എണ്ണയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ഗരം മസാലകൾ എടുക്കുക. 1 ടീസ്പൂൺ പെരുംജീരകം എടുക്കുക, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു വലിയ ഏലക്കായ, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു എല്ലാം എടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് നന്നായി ഫ്രൈ ആയി. ഇതിന് ശേഷം അതിലാവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം ഒരു 3 ഉള്ളി ചെറുതായി പൊടിയായി അരിഞ്ഞത്, തക്കാളി ഒക്കെ ചേർത്ത് വഴറ്റുക. ഉള്ളിയും തക്കാളിയും ഒക്കെ സോഫ്റ്റ് ആവുന്നത് വരെ ഒരു 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് എടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ, സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. ബട്ടറും ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഫ്ലവർ കുറച്ചായിട്ട് ചേർക്കുക. അടച്ചു വെച്ച് ഒന്നാവട്ടെ. ഗരം മസാല ചേർക്കുക, ഉപ്പ് ചേർക്കുക. നന്നായിട്ട് വെന്തു. ഇനി ഇതിലേക്ക് നമ്മൾക്ക് തൈരിൽ കലക്കി വെച്ച മസാലകളൊക്കെ ചേർക്കുക. അതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർക്കുക. മല്ലിയില ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കോളിഫ്ലവർ കറി റെഡിയായി.